ഹായ് ഗൈസ്. ഇന്ന് ജൂൺ 6-ാം തീയതിയാണ് ആൻഡ് ഇറ്റ്സ് എ സാറ്റർഡേ. ഇന്ന് ശരിക്കും ടീച്ചർ ക്ലാസ് പറഞ്ഞ ദിവസം, പക്ഷേ കളക്ടർ ഇന്ന് ലീവ് വന്നുകൊണ്ട് ഞാൻ കുറേ കറന്നുറങ്ങി. ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ ഉറക്കമായിരുന്നു. രാത്രി 12 മണിക്ക് ഉറങ്ങുക, 5 മണിക്ക് എണീക്കുക, ഇതേനും എൻ്റെ റൂട്ടീൻ. സോ ഇന്നലെ ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങി ആൻഡ് ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എണീച്ചു. എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമായി. ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം ഹൗ എ 10th grader ഡേ ലുക്സ് ലൈക്ക്. ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റ്സ് വായിക്കുന്ന സമയത്ത് എല്ലാവരും കൺഗ്രാറ്റ്സ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ 7K ആയി. എനിക്കൊന്നും പറയാനില്ല. നമ്മൾ 7000 ഫാമിലിയായി. ഇപ്പം എനിക്ക് ശരിക്കും ഒരു ബോധം വന്നത്, എണീച്ച് തന്നെ കുറച്ച് നേരത്തെ എണീച്ചിന് ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ സാധനം കാണുന്നുണ്ടാവില്ലേ, അത് സ്ക്രീൻ കാർഡിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പം അത് മാറ്റണം. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ക്രാച്ച് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറക്ക് എന്ത് പറ്റി നോക്കി അങ്ങനത്തെ ഒരു ചെറിയ സ്ക്രാച്ച്. അത് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഉമ്മറിന് വാങ്ങിയിട്ട് അയച്ചാൽ മതി. അപ്പോൾ ഇന്ന് 6-ാം തീയതിയാണ്. ഒരു ആക്ച്വൽ SSLC ഗ്രേഡറാണ് ഞാനിപ്പോൾ. അതിൻ്റെ എല്ലാവിധ ഇതും കാണുന്നുണ്ട്. എൻ്റെ കണ്ണ് കണ്ടാൽ തിരി ഞാൻ ഒരാഴ്ച സ്കൂൾ വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറേ പഠിക്കാനുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ ചാനൽ 7K ആയി. എന്നായെന്ന് എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ ഫോണിൽ ഇപ്പോൾ എടുക്കലില്ല. 7K സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു കഴിഞ്ഞ കൊല്ലം വരെ 300 സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനൽ ഈ വർഷം 7000 സബ്സ്ക്രൈബേഴ്സിലാണ് പറയുമ്പോൾ പങ്കെടുക്കുന്നു. ഇന്നലെ വെള്ളിയാഴ്ച കിടന്നുറങ്ങി. ഇന്ന് ശരിക്കും നമുക്ക് ഫുൾ ഡേ ക്ലാസ് പറഞ്ഞതാണ് സോഷ്യലിൻ്റെ. ഭാഗ്യത്ത് നല്ല മഴ പെയ്തു. ശരിക്കും മഴ പെയ്തതിന് ഭയങ്കര പേടിയാണ് പറഞ്ഞാൽ എനിക്ക് സമാധാനമായി. കാരണം കളക്ടർ ലീവ് വന്നു. നമുക്ക് കണ്ണൂർ ഇല്ല, ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് സോഷ്യലിൽ പോകണ്ട. അപ്പം സമാധാനമായി. എനിക്ക് ശരിക്കും ഇപ്പം എന്താ പറയണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷം വ്ളോഗ് എടുക്കുന്നുണ്ട്. കുറേ ദിവസമായി. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്താ ലോങ് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. ആൻഡ് വേറെ സംബന്ധിച്ച് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ടീച്ചേഴ്സ് വന്നതിനാൽ ഒരു ഇപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങളിതിപ്പോൾ ട്യൂഷനൊന്നും അടിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ ക്ലാസ്സിൽ ഒട്ടുമിക്ക പിള്ളേർ ട്യൂഷൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ മാത്രമേ പോകത്തുള്ളൂ. അപ്പം എനിക്ക് ആ കുന്തോന്ന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് പഠിക്കും. അങ്ങനെ ലേറ്റാവും, 1 മണിയാവും, കിടന്നുറങ്ങും, രാവിലെ എണീക്കണം. അങ്ങനെ ഒരു കെയോട്ടിക് ലൈഫാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലത്തെ ഇന്ന് പീരീഡ്സ് ആയി. ഇന്ന് 3rd ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ പോയി ഇന്ന് ഞാൻ വിളിച്ചു പഠിക്കാനിരിക്കാം. ടൈം ടേബിൾ ഫ്രണ്ടിൽ തന്നെ എപ്പോഴും കാണും. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ടൈം ടേബിൾ അനുസരിച്ചിട്ട് നാളെ ഇപ്പോൾ മൺഡേത്തേക്ക് എന്തൊക്കെ വർക്ക്സ് ആദ്യം തീർക്കും. എന്നിട്ടാണ് ഞാൻ അത് പഠിക്കാതിരിക്കുക. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഈ വെക്കാന്നെല്ലാം വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഒരു കുന്തോ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫോൺ കാണാൻ കിടന്നുറങ്ങുക. ബട്ട് ഐ ഡിസേർവ് ദാറ്റ്. ഒരാഴ്ച മൊത്തം ഇരുന്ന് അത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം പ്രഷറും 10ാം ക്ലാസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ക്ലാസ് കയറി എല്ലാ ടീച്ചേഴ്സും പറയുന്നത് 10ാം ക്ലാസ്സാണ്, ഫുൾ എപ്ലസ്. കേൾക്കുമ്പോൾ തന്നെ തലവേന. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ ഡെലിവറി ആവും. ഞാൻ മൺഡേ ഓർഡർ ചെയ്യാമെന്ന് വെച്ച് അത് ഞാൻ സ്റ്റഡി ടേബിൾ മേക്ക് ഓർഡർ ചെയ്തൊന്നും സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിലേ ഇടാൻ പറ്റും. ഇന്ന് അനിയൻ്റെ അത് വരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എഴുത്തിട്ടാൻ പഠിക്കാം. ഇങ്ങനെ സ്റ്റഡി ടേബിൾ വന്നത് എൻ്റെ അനിയൻ്റെതാണെങ്കിലും ഞാനാണ് ഫസ്റ്റായിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. കുറേ ഹോംവർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഹോംവർക്ക്സ് കുറച്ച് ചെയ്യാം. എൻവറോൺമെൻറ്റിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് ഹോംവർക്ക്സ് മാത്രം ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കിടന്നു.